നമസ്കാരം. +2 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പൊതുപരീക്ഷയോടനുബന്ധിച്ച് മൈ റേഡിയോ 90 FM അവതരിപ്പിക്കുന്ന ടിപ്സ് ആൻഡ് ട്രിക്സ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അൻഫസ്. ഞാൻ തൃശ്ശൂർ മോഡൽ ബോയ്സ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കൊമേഴ്സ് അധ്യാപകനാണ്. എൻ്റെ കൂടെയുള്ളത് സെബിൻ. നമസ്കാരം, എൻ്റെ പേര് സെബിൻ ജോസഫ്. ഞാൻ ഗവൺമെൻറ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 കൊമേഴ്സ് വിദ്യാർത്ഥിയാണ്. സാറിൻ്റെ സ്വന്തം വിദ്യാർത്ഥി. സെബിന്, എന്തൊക്കെയുണ്ട് പരീക്ഷകളുടെ തയ്യാറെടുപ്പുകളൊക്കെ? അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒന്നും ആയിട്ടില്ല പ്രത്യേകിച്ച്. എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട്. ഇപ്പോൾ എക്സാമിന് വരുന്ന ചോദ്യങ്ങളാവട്ടെ, മാർക്കുകളാവട്ടെ, സി മാർക്കുകളാവട്ടെ, പിന്നെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാവട്ടെ, അതിനെക്കുറിച്ച് മാഷ് എന്താണ് പറയാറ്? നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബിസിനസ് സ്റ്റഡീസിനെ കുറിച്ചാണ്. ബിസിനസ് സ്റ്റഡീസിൻ്റെ തയ്യാറെടുപ്പുകളെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ബിസിനസ് സ്റ്റഡീസിൽ എത്ര പാഠങ്ങളുണ്ട്? പാഠങ്ങൾ 11 പാഠങ്ങളാണ് നമുക്ക് ബിസിനസ് സ്റ്റഡീസിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഒന്നാമത്തെ പാഠം നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ്. സെക്കൻഡ് ചാപ്റ്റർ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. നേച്ചർ ഓഫ് സിഗ്നിഫിക്കൻസ് മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. മൂന്നാമത്തെ ചാപ്റ്ററാണ് ബിസിനസ് എൻവയോൺമെൻറ്റ്. നാലാമത്തെ ചാപ്റ്റർ പ്ലാനിങ്. അഞ്ചാമത്തേത് ഓർഗനൈസിങ്. നെക്സ്റ്റ് വൺ സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്. പിന്നീട് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് വരുന്നുണ്ട്, മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് വരുന്നുണ്ട്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. ഇതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് എന്നൊക്കെ പറയുന്നത്. സാർ, എക്സാമിൻ്റെ ടൈം ആകുമ്പോൾ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ടാവും. ആ 15 മിനിറ്റിൽ പേപ്പർ കിട്ടുമ്പോൾ എല്ലാവരും പരസ്പരം അങ്ങോട്ട് നോക്കി ചിരിക്കണോ കരയണോ എന്ന് വെച്ചിരിക്കും. അപ്പോൾ ആ സിറ്റുവേഷനിൽ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന് മാഷൊന്ന് പറഞ്ഞു. നമുക്ക് ചോദ്യപേപ്പർ 2.5 മണിക്കൂറിൻ്റെ എക്സാമാണുള്ളത്. ടോട്ടൽ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം അടക്കം 2.25 മണിക്കൂർ പരീക്ഷയാണ്. ഇതിലെ 15 മിനിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 15 മിനിറ്റിൽ ക്വസ്റ്റ്യൻ പേപ്പർ 3-4 പ്രാവശ്യം വായിച്ച് നോക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കറിയുന്ന ഏറ്റവും എളുപ്പമുള്ള നമുക്ക് നന്നായി അറിയുന്ന ചോദ്യങ്ങളൊക്കെ അതിൽ മാർക്ക് ചെയ്തിട്ട് ഓരോ ചോദ്യത്തിൻ്റെയും ആൻസറുകളൊക്കെ ക്രമീകരിക്കാനുള്ള, അറേഞ്ച് ചെയ്യാനുള്ള ഒരു സമയമാണ് കൂൾ ഓഫ് ടൈം എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് നമ്മളത് അറേഞ്ച് ചെയ്യാനായിട്ട് ആ സമയത്ത് ശ്രദ്ധിക്കണം. ഓക്കെ സാർ, എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ചൊരു സംശയമുണ്ട്. അതിനൊന്ന് പാറ്റേൺ പറഞ്ഞു തരും? ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ നമുക്ക് ടോട്ടൽ 80 മാർക്സിൻ്റെ ചോദ്യങ്ങളാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക. ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. 1 മാർക്കിൻ്റെ 8 ചോദ്യങ്ങൾ നമ്മൾ എഴുതണം. അതിൽ 10 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. നമുക്ക് 2 മാർക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വെച്ച് ചോയ്സുകളുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻസിനും ചോയ്സ് ഉണ്ട്. 2 മാർക്കിൻ്റെ 5 ചോദ്യങ്ങൾ എഴുതണം. അതിനും ചോയ്സുകളുണ്ട്. 3 മാർക്കിൻ്റെ 5 ചോദ്യങ്ങൾ എഴുതണം. 4 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യണം. അതുപോലെ 5 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. 8 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 8 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് നമുക്ക് 3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതിൽ 2 എണ്ണമാണ് നമുക്ക് എഴുതാനുണ്ടാവുക. ബിസിനസ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പാഠമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയ 2 ടോപ്പിക്സ് ഉണ്ട്. ഫയോൾസിൻ്റെ പ്രിൻസിപ്പിളും ടൈലേഴ്സിൻ്റെ പ്രിൻസിപ്പിളും. അപ്പോൾ എക്സാമിന് വരുമ്പോൾ എല്ലാ കുട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും തരതിരിച്ച് എഴുതാനുള്ള പതിവുണ്ട്. അപ്പോൾ അത് എളുപ്പത്തിൽ എങ്ങനെ പഠിക്കാനുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറഞ്ഞു തരും? എളുപ്പത്തിൽ പഠിക്കുക എന്നുള്ളത് നമ്മൾ ഒരിക്കലും റോട്ട് ലേണിംഗ്, കാണാതെ ഒരു കോൺസെപ്റ്റും പഠിക്കരുത്, മനസ്സിലാക്കി പഠിക്കുക. ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്ന വിഷയം നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാനുള്ള ഒരു വിഷയമാണ്. പ്രാക്ടിക്കലായിട്ട് നമ്മൾ കണ്ടുവരുന്ന കുറേ കാര്യങ്ങളെ നമ്മളൊരു പുസ്തകത്തിൻ്റെ രൂപത്തിൽ പഠിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിലെല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന കൺസെപ്റ്റാണ് ബിസിനസ് സ്റ്റഡീസിലുള്ളത്. ഫയോളിൻ്റെ പ്രിൻസിപ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ FW ടൈലറുടെ പ്രിൻസിപ്പിൾസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസ് നമുക്ക് പഠിക്കാനുണ്ട്. അതിലൊന്ന് ഡിവിഷൻ ഓഫ് വർക്കാണ്. ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ടാസ്ക് അല്ലെങ്കിൽ ജോബ് അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഓരോ എംപ്ലോയീസിനും അവരുടെ ഇൻഡിവിജ്വൽ സ്കിൽസ് അനുസരിച്ച്, നോളജ് അനുസരിച്ച്, എക്സ്പീരിയൻസ് അനുസരിച്ച് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഡിവിഷൻ ഓഫ് വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ മറ്റൊരു പ്രിൻസിപ്പിൾ സ്കാലാർ ചെയിനാണ്. സ്കാലാർ ചെയിൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ പറയുന്നത് ടോപ്പ് ടു ബോട്ടം, ടോപ്പ് അതോറിറ്റി മുതൽ ബോട്ടം അതോറിറ്റി വരെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പാത്വേ ആണ് സ്കാലാർ ചെയിൻ എന്ന് പറയുന്നത്. അത് ബ്രേക്ക് ചെയ്യാൻ പാടില്ല.
ടോപ്പ് അതോറിറ്റി തൊട്ട് താഴെയുള്ള ആൾക്കാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് ചീഫ് എക്സിക്യൂട്ടീവ് തൊട്ട് താഴെയുള്ള മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആണെങ്കിൽ അത് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് തൊട്ട് താഴെയുള്ള ഫോർമാന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഈ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ ഒരു പാത്ത് കമ്മ്യൂണിക്കേഷൻ പാത്ത് ഫോളോ ചെയ്യണമെന്നാണ് സ്കാലാർ ചെയിൻ പറയുന്നത്. അതിൽ തന്നെ വേറൊരു കൺസെപ്റ്റ് കൂടി പറയുന്നുണ്ട്, ഗാങ് പ്ലാങ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. എമർജൻസി സിറ്റുവേഷൻ വരും, ചിലപ്പോൾ 1-2 ആളുകൾ ആ സീറ്റിൽ ഉണ്ടായിരിക്കില്ല, പക്ഷേ സ്ഥാപനത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കേണ്ടി വരും. ആ സമയത്ത് ആ കമ്മ്യൂണിക്കേഷൻ പാത്ത് ബ്രേക്ക് ചെയ്തുകൊണ്ട് തൊട്ട് താഴെയുള്ള ആൾക്ക് മുകളിലുള്ള ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗാങ് പ്ലാങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഹെൻറി ഫയോൾ കൊണ്ടുവന്നിട്ടുള്ളത്. മറ്റൊരു പ്രിൻസിപ്പിൾ യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, യൂണിറ്റി ഓഫ് കമാൻഡ്. യൂണിറ്റി ഓഫ് ഡയറക്ഷനും യൂണിറ്റി ഓഫ് കമാൻഡും കുട്ടികൾ പലപ്പോഴും തെറ്റി എഴുതാറുണ്ട്. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത് ഒരു എംപ്ലോയി അറ്റ് എ ടൈം ഒരു സുപ്പീരിയറുടെ കയ്യിൽ നിന്ന് മാത്രമേ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ പാടുള്ളൂ എന്നാണ് കൺസെപ്റ്റ് പറയുന്നത്. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ പറയുന്നത് ഒരു സ്ഥാപനത്തിന് ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റീവ് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഹെഡും ഒരു പ്ലാനും മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്നാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന പ്രിൻസിപ്പിൾ പറയുന്നത്. മറ്റൊരു പ്രിൻസിപ്പിളാണ് ഓർഡർ എന്ന് പറയുന്നത്. ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ മെറ്റീരിയൽസ് ആവട്ടെ, മെഷീൻസ് ആവട്ടെ, തിങ്സ്, എല്ലാ കാര്യങ്ങൾക്കും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു ഓർഡർ കീപ്പ് ചെയ്യണം എന്നാണ് ഓർഡർ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ പറയുന്നത്. മറ്റൊന്ന് ഡിസിപ്ലിനാണ്. സ്ഥാപനത്തിൽ എല്ലാ കാര്യങ്ങളും വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് നടക്കണം. അതുപോലെ തന്നെ ഹയർ അതോറിറ്റിയെ അനുസരിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിളിലൊക്കെ പറയുന്നത്. ഏറ്റവും ലാസ്റ്റ് പ്രിൻസിപ്പിൾ നമ്മൾ പറയുന്നത് യൂണിയൻ സ്ട്രെങ്ത് എന്ന് പറയുന്നുണ്ട്. എസ്പിരിറ്റ് ഡി കോപ്സ് അങ്ങനെ ടേമാണ് ഉപയോഗിക്കുക. അപ്പോൾ അത് 1 വേർഡായിട്ടൊക്കെ ചോദിക്കും. എസ്പിരിറ്റ് ഡി കോപ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ ആളുകളും, എല്ലാ എംപ്ലോയീസും ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ചാൽ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് ആ പ്രിൻസിപ്പിൾ പറയുന്നത്. ഓക്കെ സാർ, ഫസ്റ്റ് ചാപ്റ്ററിലത്തെ പാഠത്തിൻ്റെ പേരാണ് നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ടോപ്പിക്സ് നമുക്ക് പഠിക്കാനുണ്ട്? അതിൽ ഒന്ന് നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ ഡെഫിനിഷൻ ചോദിക്കാറുണ്ട്. മാനേജ്മെൻറ്റ് ഈസ് ആൻ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. അത് നമ്മുടെ മേരി പാർക്കർ ഫോളറ്റിൻ്റെ ഡെഫിനിഷനാണ്. അത് എപ്പോഴും ചോദിക്കാറുള്ള ഒരു കൺസെപ്റ്റാണ്. അതുപോലെ മാനേജ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സ് ചോദിക്കാറുണ്ട്. നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ്, മാനേജ്മെൻറ്റ് ഇസ് എൻ ആർട്ട്, മാനേജ്മെൻറ്റ് ഇസ് എ സയൻസ്, മാനേജ്മെൻറ്റ് ഇസ് എ പ്രൊഫഷൻ. മാനേജ്മെൻറ്റ് ഒരു ആർട്ടാണോ, വെദർ മാനേജ്മെൻറ്റ് ഇസ് എൻ ആർട്ട് ഓർ സയൻസ് എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ എഴുതേണ്ടത് മാനേജ്മെൻറ്റ് ആർട്ടുമാണ് സയൻസുമാണ്. ഇറ്റ് ഈസ് ബോത്ത് ആൻ ആർട്ട് ആൻഡ് സയൻസ് എന്ന് നമ്മൾ എഴുതി വെക്കണം. ആർട്ടിൻ്റെ ഒരുപാട് സവിശേഷതകൾ മാനേജ്മെൻറ്റിനുണ്ട്, സയൻസിൻ്റേതായിട്ടുള്ള ഒരുപാട് സവിശേഷതകൾ മാനേജ്മെൻറ്റിനുണ്ട്. കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എക്സ്പെരിമെൻറ്റേഷൻ തുടങ്ങിയ സയൻസിൻ്റെ ഒരുപാട് പ്രിൻസിപ്പിൾസ് മാനേജ്മെൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മാനേജ്മെൻറ്റ് ഒരു സയൻസുമാണ്, അതുപോലെ തന്നെ ആർട്ടുമാണ്. അതുപോലെ മാനേജ്മെൻറ്റ് ഒരു പ്രൊഫഷൻ കൂടിയാണ്. ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ ഫസ്റ്റ് ചാപ്റ്ററിലുള്ളത് ലെവൽസ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്, ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ഏത് ലെവലിലാണ് വരിക? CEO ടോപ്പ് ലെവൽ. കറക്റ്റ് കേട്ടോ. സെവിൻ നന്നായി പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ടോപ്പ് ലെവലിലാണ് വരിക. അതുപോലെ തന്നെ ഞാൻ സൂപ്രണ്ടൻ്റ് ഏത് ലെവലിൽ വരും? മിഡിൽ ലെവലിലല്ല, ലോവർ ലെവലിലാണ് സൂപ്രണ്ട് വരുന്നത്. കാരണം മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിൽ വരുന്നതെല്ലാം ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുകളാണ്. ഫോർ എക്സാമ്പിൾ പർച്ചേസ് മാനേജർ, സെയിൽസ് മാനേജർ, പ്രൊഡക്ഷൻ മാനേജേഴ്സ്, ഡിപ്പാർട്ട്മെൻറ്റ് മാനേജേഴ്സാണ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിൽ വരുന്നത്. ലോവർ ലെവൽ മാനേജ്മെൻറ്റിൽ വരുന്നതാണ് സൂപ്രണ്ട്, ഫോർമാൻ തുടങ്ങിയ ആളുകളൊക്കെയാണ് ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. പരീക്ഷയ്ക്ക് പഠിക്കുന്ന സമയത്ത് ഓരോ ലെവലിൻ്റെയും ഓരോ ആളുകളുടെയും ഡ്യൂട്ടീസ് പഠിക്കണം. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, ലോവർ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ ഡ്യൂട്ടീസ്, മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ ഡ്യൂട്ടീസൊക്കെ ആ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുണ്ട്. മറ്റൊരു കൺസെപ്റ്റ് എഫിഷ്യൻസിയും ഇഫക്റ്റീവ്നെസ്സും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അറിയോ? അറിയാം എന്ന് പറഞ്ഞേ. അത് കോസ്റ്റിലി ഇപ്പോൾ എഫിഷ്യൻസിയിൽ കോസ്റ്റിലി പോലെ പറയാം. ഓക്കെ, അത് തന്നെയാണ്. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ കോസ്റ്റ് കുറച്ചുകൊണ്ട് മിനിമം ടൈമിൽ കോസ്റ്റ് റെഡ്യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ മാക്സിമം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് എഫിഷ്യൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇഫക്റ്റീവ്നെസ് അഥവാ ഫലപ്രാപ്തി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുള്ള പർട്ടിക്കുലർ ടൈമിൽ, ആ സ്പെസിഫിക് ടൈമിൽ നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യലാണ് ഇഫക്റ്റീവ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കണം. ഡിഫറൻസ് ഡയറക്റ്റായിട്ട് ചിലപ്പോൾ ചോദിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് 2 എക്സാമ്പിൾ എംപ്ലോയീസിൻ്റെ എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് ഇതിൽ ആരാണ് ഇഫക്റ്റീവ്,
ഹു ഈസ് ഇഫക്റ്റീവ്, ഹു ഈസ് എഫിഷ്യൻ്റ് എന്ന രീതിയിലൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു കൺവെൻഷനൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇനി പ്രതീക്ഷിക്കരുത്. ഓക്കെ. ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മളെപ്പോഴും ഓരോ കൺസെപ്റ്റിലും നമ്മൾ പ്രതീക്ഷിക്കണം. ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പ്രാക്ടിക്കലായിട്ടുള്ള രീതിയിൽ കൺസെപ്റ്റുകളെ പഠിക്കുക. കാണാതെ പഠിക്കരുത്, കൃത്യമായി കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട്. ഇനി ഫസ്റ്റ് ചാപ്റ്ററിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ് കോർഡിനേഷൻ, ഏകോപനം. ഇൻ്റഗ്രേറ്റിംഗ് ഓൾ ദ ആക്ടിവിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രവർത്തനങ്ങളെ ഒരുമിച്ച് ചേർക്കുന്നതിനെയാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ, കോർഡിനേഷൻ ഈസ് ദ എസെൻസ് ഓഫ് മാനേജ്മെൻറ്റ്. കോർഡിനേഷൻ എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിൻ്റെ കാതലാണ് എന്നുള്ളത് എപ്പോഴൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എഴുതണം എന്താണ്, ഇറ്റ് ഈസ് കോർഡിനേഷൻ ഈസ് റിക്വയർഡ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്, ഇൻ ഓൾ ടൈപ്സ് ഓഫ് മാനേജ്മെൻറ്റ്, ഓൾ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ എല്ലാ ഫങ്ഷൻസിലും ഏത് വരുന്നുണ്ട്, കോർഡിനേഷൻ വരുന്നുണ്ട്. എല്ലാ ലെവൽസിലും കോർഡിനേഷൻ ആവശ്യമാണ്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിലും കോർഡിനേഷൻ ആവശ്യമാണ്, എല്ലാ പ്രവർത്തനങ്ങളിലും കോർഡിനേഷൻ ആവശ്യമാണ്. ആ രീതിയിലൊക്കെ തന്നെ ചോദിക്കാറുണ്ട്. മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? മാനേജ്മെന്റ് ഫങ്ഷൻസ് ഗോൾ ഓറിയന്റഡ്, ഞാൻ ഒന്ന് പറയാം. പ്ലാനിങ്, അതാണ് സ്റ്റാർട്ടിങ്. ബാക്കി ഏതൊക്കെ ആയിരിക്കും? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോൾ. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കണം. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസും അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പാർട്ട്. എന്തെങ്കിലും സംശയമുണ്ടോ? നേരത്തെ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ? അതിൽ നമ്മൾ ടൈലറുടെ പ്രിൻസിപ്പിൾസ് നമുക്ക് പഠിക്കാനുണ്ട്. ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾ ആണെങ്കിൽ ടൈലറുടേതാകെ 4 പ്രിൻസിപ്പിൾസ് നമുക്ക് പഠിക്കാനുള്ളത്. റൂൾ ഓഫ് തമ്പ് എന്ന് പറയുന്ന ഒരു മെത്തേഡ്, അതുപോലെ തന്നെ കോർഡിനേഷൻ, നോട്ട് ഇൻഡിവിജ്വലിസം, അങ്ങനെ രീതിയിലുള്ള ഒരു 4 പ്രിൻസിപ്പിൾസ്. ആ പ്രിൻസിപ്പിൾസൊക്കെ കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം. അതുപോലെ ടൈലറുടെ ടെക്നിക്സാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ അതിൽ മോഷൻ സ്റ്റഡി, ഫാറ്റിക് സ്റ്റഡി, മെത്തേഡ് സ്റ്റഡി, ഇതെല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് നമുക്ക് പഠിക്കാനുണ്ട്. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ഡയഗ്രമൊക്കെ വരച്ചിട്ട് കണ്ടിട്ടുണ്ടോ? റൂട്ട് ക്ലർക്ക് എന്ന് പറഞ്ഞാൽ ആരൊക്കെ വരുന്നുണ്ട് അതിൽ? റൂട്ട് ക്ലർക്ക് റെഡിയാണ്, ഓക്കെയാണ്. പിന്നെ ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, അങ്ങനെ കുറേ ഒരുപാട് ക്ലർക്കുകളൊക്കെ അതിൽ വരുന്നുണ്ട്. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു വർക്കറെ അല്ലെങ്കിൽ വർക്കേഴ്സിനെ 8 സ്പെഷ്യലിസ്റ്റുകൾ കൂടിയിട്ട് ഒബ്സർവ് ചെയ്യുന്ന, മോണിറ്റർ ചെയ്യുന്ന, അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു മെത്തേഡിനെയാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറയുന്നത്. ഫങ്ഷണൽ ഫോർമാൻഷിപ്പിൽ ഒരു ഫാക്ടറിയെ 2 ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻ്റ് എന്നും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്നും. പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകൾ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ കാര്യങ്ങൾ നോക്കുന്നു, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നു. പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ 4 ആളുകൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലും 4 ആളുകൾ. നേരത്തെ പറഞ്ഞതുപോലെ ഗ്യാങ് ബോസ്, റിപ്പയർ ബോസ്, സ്പീഡ് ബോസ്, ഡിസിപ്ലിനേറിയൻ, ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, റൂട്ട് ക്ലർക്ക് തുടങ്ങിയ ആളുകളെല്ലാം വരുന്നത്. ഇങ്ങനെ ടോട്ടൽ 8 സ്പെഷ്യലിസ്റ്റുകൾ വരുന്നുണ്ട്. ഈ സ്പെഷ്യലിസ്റ്റുകളെല്ലാം കൂടി വർക്കേഴ്സിനെ ഒബ്സർവ് ചെയ്യുന്നതിനെയാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറയുന്നത്. മറ്റൊരു ടെക്നിക്കാണ് ഡിഫറൻഷ്യൽ പീസ്വേജ് സിസ്റ്റം. ഡിഫറൻഷ്യൽ പീസ്വേജ് സിസ്റ്റം പേരിൽ തന്നെയുണ്ട് അതിൻ്റെ ആൻസർ. വേജ് എന്ന് പറഞ്ഞാൽ കൂലിയാണല്ലോ. ഇവിടെ എഫിഷ്യൻ്റ് വർക്കറേയും ഇൻഎഫിഷ്യൻ്റ് വർക്കറേയും, ഒരു സ്ഥാപനത്തിൽ 2 തരം വർക്കേഴ്സ് ഉണ്ടാവും. എഫിഷ്യൻ്റ് വർക്കറുണ്ട്, ഇൻഎഫിഷ്യൻ്റ് വർക്കറുണ്ട്. എഫിഷ്യൻ്റ് വർക്കറേയും ഇൻഎഫിഷ്യൻ്റ് വർക്കറേയും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഡിഫറൻഷ്യൽ പീസ്വേജ് സിസ്റ്റം FW ടൈലർ നടപ്പിലാക്കിയത്. അപ്പോൾ എഫിഷ്യൻ്റ് ആയ ആളുകൾക്ക് എന്ത് കൊടുക്കേണ്ടി വരും? എഫിഷ്യൻ്റ് ആൾക്ക് പ്രൊമോഷൻ കൊടുക്കാം. അതുപോലെ തന്നെ എഫിഷ്യൻ്റ് ആയ ആളുകൾക്ക് പ്രൊമോഷൻ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. കൂടുതൽ സാലറി കൊടുക്കാം അല്ലേ? കൂടുതൽ ഇൻസെൻറ്റീവ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻഎഫിഷ്യൻ്റ് ആയ ആൾക്ക് അങ്ങനെ സാലറി കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ആൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? അയാളിപ്പോൾ പണിയൊന്നും എടുക്കുന്നില്ലെങ്കിൽ ആളെ ഒന്ന് ഓർമ്മിപ്പിക്കണം അല്ലേ? റിമൈൻഡ് ചെയ്യണം അല്ലേ? അയാളുടെ ടാസ്കിനെ കുറിച്ച് റിമൈൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന പ്രിൻസിപ്പിൾ നമുക്ക് യൂസ് ചെയ്യാം. ഇൻഎഫിഷ്യൻ്റ് വർക്കർ എന്ന് ചെറുതായിട്ടൊന്ന് പണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അത് മാത്രമല്ല, അയാളൊന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ, ഈ വർക്കറെ മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് ഈ ഡിഫറൻഷ്യൽ പീസ്വേജ് സിസ്റ്റം നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഒരുപാട് സ്റ്റഡീസും അതിൽ വരുന്നുണ്ട് ടെക്നിക്സിൽ. ഒന്ന് ഫാറ്റിക് സ്റ്റഡി അല്ലേ? നമ്മൾ ഫാറ്റിക് സ്റ്റഡി എന്ന് പറഞ്ഞാലേ കുറേ പഠിക്കുമ്പോൾ നമുക്ക് എന്ത് വരും? കുറേ നേരം പഠിക്കുകയാണ്, നമുക്ക് എന്ത് വരില്ല, ഒരു തലവേദന അല്ലേ, ക്ഷീണം വരും അല്ലേ? ഈ ഫാറ്റിക് എന്ന് പറഞ്ഞാൽ ക്ഷീണ പഠനം എന്നാണ് അതിന് മലയാളത്തിൽ പറയുന്നത് കേട്ടോ. ഒരു എംപ്ലോയി ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എത്ര സമയമാണ് അയാൾക്ക് റെസ്റ്റ് വേണ്ടത്? ആ റെസ്റ്റ് ഇൻ്റർവൽ
കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഫാറ്റിക് സ്റ്റഡി നടത്തുന്നത്. ഓക്കെ. അതുപോലെ മെത്തേഡ് സ്റ്റഡി ഉണ്ട്. ഒരു കാര്യം ചെയ്യാൻ നമുക്ക് പല മെത്തേഡ്സ് ഉണ്ട് അല്ലേ? ഇല്ലേ? അതുകൊണ്ട് ഏതൊക്കെ മെത്തേഡ്സ് ആണ് ഒരു പർട്ടിക്കുലർ വർക്ക് പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ മെത്തേഡ്സൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് മെത്തേഡ് സ്റ്റഡി നടത്തുന്നത്. പിന്നെ ടൈം സ്റ്റഡി. എന്തിനായിരിക്കും ടൈം സ്റ്റഡി? നമ്മുടെ ടൈം അനുസരിച്ച് പഠിക്കാൻ വേണ്ടി. അതെ, നമ്മുടെ ടൈം അല്ല, ഒരു വർക്ക് പെർഫോം ചെയ്യാൻ ഒരുപാട് സമയമൊന്നും എടുക്കാൻ പാടില്ല. ഒരു കൃത്യമായിട്ടുള്ള ഒരു ടൈം നമുക്ക് വേണ്ടതുണ്ട്. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടൈം, ഒരു വർക്ക് പെർഫോം ചെയ്യുന്നതിനുള്ള സ്റ്റാൻഡേർഡ് ടൈം അത് ഡിറ്റർമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ടൈം സ്റ്റഡി നടത്തുന്നത്. അതുപോലെ തന്നെ മോഷൻ സ്റ്റഡി ഉണ്ട്. മോഷൻ എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റ് നടത്തും, ചലന പഠനം. നമ്മൾ കുറേ ആളുകൾ ഒരു ജോലി ചെയ്യുന്നതിന് വേണ്ടി അൺനെസസറി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടാറുണ്ട്. അപ്പോൾ ഈ അൺനെസസറി ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് അത് എലിമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മോഷൻ സ്റ്റഡി എന്ന് പറയുന്ന കൺസെപ്റ്റ് ആര് നടപ്പിലാക്കിയത്? ഈ FW ടൈലർ നടപ്പിലാക്കി. അതുപോലെ തന്നെ സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക് വരുന്നുണ്ട്. ഒരു വർക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള അൺനെസസറി ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എല്ലാം റെഡ്യൂസ് ചെയ്തുകൊണ്ട് പെർഫോം ചെയ്യുന്നതിന് സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക്. അതുപോലെ സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് വർക്ക്. ഓരോ വർക്കിനും ഒരു സ്റ്റാൻഡേർഡ്, ഒരു നിലവാരം നിശ്ചയിക്കണമെന്ന് പറയുന്നുണ്ട്. അല്ലാതെ തോന്നിയ പോലെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ വർക്കിന് വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഡിറ്റർമിൻ ചെയ്യുന്നതിനെയാണ് സ്റ്റാൻഡർഡൈസേഷൻ എന്നൊക്കെ. ഇതൊക്കെയാണ് FW ടൈലറുടെ പ്രധാനപ്പെട്ട ടെക്നിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ടൈലറുടെ ടെക്നിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫയോളിൻ്റെ പ്രിൻസിപ്പിൾസും ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ്. താങ്ക് യു സാർ. സാർ, തേർഡ് ചാപ്റ്ററായ ബിസിനസ് എൻവിറോൺമെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാഠമാണ്. അപ്പോൾ അതിന് നമുക്ക് ഏതാ മെയിനായിട്ടുള്ള ടോപ്പിക്സ് എങ്ങനെയൊക്കെ വരാം അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. ഫസ്റ്റ് വൺ, ബിസിനസ് എൻവയോൺമെൻറ്റ് എന്താണെന്നുള്ളതാണ്. ഇറ്റ് ഈസ് ദ ടോട്ടാലിറ്റി ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സസ്. ബിസിനസ്സിനെ ഒരുപാട് ഫോഴ്സസ് അഫക്റ്റ് ചെയ്യും. ഗവൺമെൻറ്റിൻ്റെ റൂൾസ്, റെഗുലേഷൻസ്, നമ്മുടെ ആളുകളുടെ ടേസ്റ്റ്, പ്രിഫറൻസ്, ചേഞ്ച് ഇൻ ടെക്നോളജി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഫോഴ്സസിൻ്റെ എല്ലാം ടോട്ടലായിട്ട് പറയുന്നതാണ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഡയമെൻഷൻസ് എന്നൊക്കെ നമുക്കതിനെ പറയാം. പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് ഓർമ്മയുണ്ടോ? ലീഗൽ എൻവയോൺമെൻറ്റ്, പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്, ലീഗൽ എൻവയോൺമെൻറ്റ്, സോഷ്യൽ എൻവയോൺമെൻറ്റ്, അങ്ങനെ വിവിധ ഡയമെൻഷൻസ് ഈ പറയുന്ന എൻവയോൺമെൻറ്റിനുണ്ട്. ഉദാഹരണത്തിന് പരീക്ഷയ്ക്ക് ഡയമെൻഷൻസ് ഓഫ് എൻവയോൺമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് എഴുതാം. എക്കണോമിക് എൻവയോൺമെൻറ്റ്, പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്, ലീഗൽ എൻവയോൺമെൻറ്റ് എന്നൊക്കെ നമുക്ക് എഴുതാം. പരീക്ഷയ്ക്ക് ആപ്ലിക്കേഷൻ ലെവലിലും ക്വസ്റ്റ്യൻ ചോദിക്കാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് ചേഞ്ചിങ് ഫാഷൻ. അപ്പോൾ ഇത് ഏത് എൻവയോൺമെൻറ്റിലാണ് ഇത് വരുന്നത് എന്ന് ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഫാഷനിൽ വരുന്ന ചേഞ്ചസ് സോഷ്യൽ എൻവയോൺമെൻ്റ് ആണ്. സൊസൈറ്റിയാണ് അതിൽ ഇൻട്രസ്റ്റ് റേറ്റിലൊക്കെ ചേഞ്ചസ് വരും. അങ്ങനെയാണെങ്കിൽ നമുക്കത് എക്കണോമിക് എൻവയോൺമെൻറ്റിൽ ഉൾപ്പെടുത്താം. അങ്ങനെ അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ സമാധാനം അല്ലെങ്കിൽ ഒരു യുദ്ധമൊക്കെ വന്നു അല്ലേ, അപ്പോൾ അത് അങ്ങനെ അത്തരം കാര്യങ്ങളൊക്കെ വാറ് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഏതിൽ വരുന്നത് പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടൊക്കെ ചോദിക്കും. അങ്ങനെ ഓരോ എക്സാമ്പിൾസ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ തിരിച്ച് ചോദിക്കാറുണ്ട്. പിന്നെ അതുപോലെ 3 കൺസെപ്റ്റുകളുണ്ട്. LPG എന്തായിരിക്കും? LPG അത് തന്നെ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഈ 3നെ കുറിച്ചും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. എന്താ ലിബറലൈസേഷൻ? നമ്മുടെ എക്കോണമിയെ ഇതാണ് ഫ്രീ ആയിട്ട് ഓപ്പണായിട്ട് തുറന്നു കൊടുക്കുകയാണ്. പ്രൈവറ്റ് പാർട്ടീസ് എല്ലാവർക്കും വേണ്ടി ലിബറേറ്റ് ചെയ്യാൻ നമ്മുടെ മെയിനായിട്ട് നമ്മുടെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും നേരത്തെ 1991 മുമ്പുണ്ടായിരുന്ന എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഒക്കെ നിർത്തലാക്കിയിട്ട് എല്ലാ ആളുകൾക്കും നമ്മുടെ നാട്ടിൽ ബിസിനസ് തുടങ്ങാനൊക്കെയുള്ള ഒരു അവസരം ഉണ്ടാക്കലിനാണ് ലിബറലൈസേഷൻ, ഉദാരവൽക്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രൈവറ്റൈസേഷൻ ആണെങ്കിലോ പ്രൈവറ്റ് ഫേംസിന് ഈ ഇൻഡസ്ട്രീസും ഓർഗനൈസേഷൻസ് ഒക്കെ തുടങ്ങാനുള്ള പെർമിഷൻ കൊടുക്കുന്നതാണ് പ്രൈവറ്റൈസേഷൻ. പ്രൈവറ്റൈസേഷൻ എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് പാർട്ടീസിനാണ് അവിടെ ഇമ്പോർട്ടൻറ്റ്. ഗവൺമെൻറ്റിൻ്റെ റോള് കുറയ്ക്കുകയും പ്രൈവറ്റ് മേഖലയിലെ ആളുകൾക്ക് അവരുടെ റോള് ഇൻക്രീസ് ചെയ്യുന്നതാണ് പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാം എന്താണ്, യൂണിവേഴ്സിനെ ഒരൊറ്റ സിംഗിൾ മാർക്കറ്റായി കണ്ടുകൊണ്ട് ലോകത്ത് മുഴുവൻ എല്ലാ ആളുകൾക്കും വിവിധ രാജ്യങ്ങളിലേക്ക് കച്ചവടം നടത്താനുള്ള ഒരു അവസരമാണ് ഗ്ലോബലൈസേഷനിലൂടെയൊക്കെ തന്നെ കൊണ്ടുവരുന്നത്. ഈ കൺസെപ്റ്റുകളൊക്കെ തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. മറ്റൊന്ന് ഡീമോണിറ്റൈസേഷൻ എന്നാണ്, നോട്ട് നിരോധനം. നോട്ട് നിരോധനത്തിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തായിരുന്നു? അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നമ്മുടെ ടാക്സ്, നികുതി വെട്ടിപ്പ് നടത്തുന്ന ആളുകൾ അവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഈ ബ്ലാക്ക് മാർക്കറ്റിംഗ്, ബ്ലാക്ക് മണി, അതിൻ്റെ ഇടപാടുകളെല്ലാം കുറക്കുന്നതിന് വേണ്ടിയിട്ട് ഒക്കെ തുടങ്ങിയ വിവിധ ഒബ്ജക്റ്റീവ്സ് ഈ പറയുന്ന ഡീമോണിറ്റൈസേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിന് ഉണ്ടായിരുന്നു. അപ്പോൾ ഡീമോണിറ്റൈസേഷൻ്റെ ഗുണങ്ങളും അതിൻ്റെ ഒബ്ജക്റ്റീവ്സൊക്കെ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാം. അതുമാത്രമല്ല, നമ്മൾ 1991 പോളിസി ഉണ്ടായിരുന്നു.
1991 മുമ്പ് നമ്മുടെ രാജ്യത്ത് എല്ലാ ആളുകൾക്കും ബിസിനസ് നടത്താൻ സാധിച്ചിരുന്നില്ല. പ്രത്യേകിച്ച് പ്രൈവറ്റ് പാർട്ടീസിനൊന്നും ബിസിനസ് നടത്താൻ സാധിച്ചിരുന്നില്ല. ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. നടത്താൻ സാധിച്ചിരുന്നു, പക്ഷേ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. ആ റെസ്ട്രിക്ഷൻസ് എല്ലാം 1991 പുതിയ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസിയോടുകൂടി മാറി വന്നിട്ടുണ്ട്. ആ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസിയുടെ ഇമ്പാക്റ്റ് എന്തൊക്കെയാണ് എന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്. സാർ, പിന്നെ അടുത്ത ചാപ്റ്ററായ പ്ലാനിങ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ്. അപ്പോൾ പ്ലാനിങ് നമുക്ക് എക്സാമിന് വരുന്ന ഇതുപോലെ തന്നെ മെയിനായിട്ട് ടോപ്പിക്സും പിന്നെ എങ്ങനെ വൺ വേർഡ്സും അത് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. പ്ലാനിങ് എന്തായിരിക്കും? സെബിൻ ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അല്ലേ പരീക്ഷയെക്കുറിച്ച്. അപ്പോൾ എന്തായിരിക്കും പ്ലാനിങ്? പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ഡു, വെൻ ടു ഡു, ഹൗ ടു ഡു അല്ലേ. എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം, ആര് ചെയ്യണമെന്ന് മുൻകൂട്ടി തീരുമാനിക്കുന്നതിനെയാണ് നമ്മൾ പ്ലാനിങ് എന്ന് പറയുന്നത്. പ്ലാനിങ്ങിൻ്റെ ഫീച്ചേഴ്സ് പഠിക്കണം, പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലേ. പ്ലാനിങ്ങിന് ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ, പരീക്ഷയും നമ്മൾ പ്ലാനിങ്ങിൻ്റെ ഭാഗമാണ് അല്ലേ. പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്ലാനിങ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ പ്ലാനിങ് എന്താണ്? ഭാവിയിലെ കാര്യങ്ങളൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാൻ, നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ പ്ലാനിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പഠിക്കണം. പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്സ് ഉണ്ട്. പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്സിൽ ഫസ്റ്റ് എന്തായിരിക്കും? ഫസ്റ്റ് നമ്മുടെ ഒബ്ജക്റ്റീവ്. നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താ? സെബിൻ്റെ ഒബ്ജക്റ്റീവ് എന്താ? എനിക്ക് പഠിച്ച് നല്ല മാർക്ക് അല്ലേ, ഒരു A+ അല്ലേ. ഒബ്ജക്റ്റീവ് വെക്കണം. നമുക്ക് A+ തന്നെ. നമ്മൾ ടാർഗറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം ടാർഗറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കത് അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് ഒക്കെ നടത്തണം. അതുപോലെ നമ്മളത് ഓരോ സിസ്റ്റമാറ്റിക്കായിട്ട് ആ പ്ലാന് വർക്കൗട്ട് ആകാൻ പറ്റുമോ, ഭാവിയെക്കുറിച്ചിട്ടുള്ള ഒരു അസംഷൻസ് ഒക്കെ നടത്തണം. പ്ലാനിങ് പ്രിമൈസസ് എന്നാണ് പറയുക. സ്റ്റെപ്പിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഡിറ്റർമിനിങ് പ്ലാനിങ് പ്രിമൈസസ്, പ്ലാനിങ് സങ്കല്പങ്ങൾ അല്ല. ഇതാണ് അപ്പോൾ അസംഷൻസ് അബൌട്ട് ഫ്യൂച്ചർ, അതാണ് പ്ലാനിങ് പ്രിമൈസസ്. ഭാവിയിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് മുൻകൂട്ടി നമ്മൾ എന്താണ് ഒരു അസംഷൻസ്, അനുമാനങ്ങളെയാണ് പ്ലാനിങ് പ്രിമൈസസ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്സാണ് പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്പുകൾ. അത് ഓർഡറിൽ തന്നെ പഠിക്കണം. പരീക്ഷയ്ക്ക് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഇൻ പ്ലാനിങ് എന്ന് ഡയറക്റ്റായിട്ട് ചോദിക്കാം. ഇല്ലെങ്കിൽ പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്സ് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ട് ഓർഡർ തെറ്റിയിട്ട് അപ്പോൾ ഓർഡർ നിങ്ങളോട് കറക്റ്റ് ഓർഡറിൽ എഴുതാനായിട്ട് പറയും. അല്ലെങ്കിൽ ഈ പറയുന്ന സ്റ്റെപ്സുകൾ തന്നിട്ട് ചില സ്റ്റെപ്പുകൾ മിസ്സിംഗ് ആയിരിക്കും. അവിടെ ബ്ലാങ്ക് ഒരു ബോക്സോ ക്വസ്റ്റ്യൻ മാർക്കോ തരുമ്പോൾ നമ്മളവിടെ ഫില്ല് ചെയ്യാനായിട്ട് പറയും. പിന്നെ വിവിധ രീതിയിൽ നമ്മൾ ക്വസ്റ്റ്യൻസിനെ എക്സ്പെക്റ്റ് ചെയ്യണം. അപ്പോൾ ഈ ടോപ്പിക്ക് മാത്രമല്ല, നമ്മൾ പഠിക്കുന്ന എല്ലാ ചോദ്യങ്ങളെയും വിവിധ ആംഗിളുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം. എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞു, ഈ കൺവെൻഷൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിനെ നമ്മളെപ്പോഴും ഡിപ്പെൻഡ് ചെയ്യരുത്. നമുക്കൊരു ഒരു റെഫറൻസിന് വേണ്ടി യൂസ് ചെയ്യാം. റെഫറൻസിന് വേണ്ടി യൂസ് ചെയ്യാമെന്നല്ലാതെ ആ ക്വസ്റ്റ്യൻസ് മാത്രമേ ഇനി ചോദിക്കൂ എന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. അപ്പോൾ പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്സാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്. സെവിൻ, അടുത്ത് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് പ്ലാൻസിനെ കുറിച്ചാണ്. ഓക്കെ, നമ്മൾ പ്ലാൻസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, പോളിസീസ് ഉണ്ട്, സ്ട്രാറ്റജീസ് ഉണ്ട്, ഇങ്ങനെ വിവിധ പ്ലാനുകളുണ്ട്. ബഡ്ജറ്റ്, ഇതെല്ലാം പ്ലാനുകളാണ്. പ്രോഗ്രാം, ഇതൊരു പ്ലാനാണ്. അങ്ങനെ ഓരോ പ്ലാൻസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യങ്ങൾ എന്തായിരിക്കും? നമ്മുടെ ആക്ടിവിറ്റീസിൻ്റെ ഫലമായി നമ്മൾ ലാസ്റ്റ് അല്ലേ, നമ്മൾ ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ ലാസ്റ്റ് നമ്മൾ നേടിയെടുക്കേണ്ട കാര്യത്തെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഒബ്ജക്റ്റീവ് പറയണം. ഇപ്പോൾ ഒബ്ജക്റ്റീവ് എന്ന് ഡയറക്റ്റായിട്ട് ചോദിക്കില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാൻസ് എന്നതിന് പകരം ചോദിക്കുന്നത് ഒരു എക്സാമ്പിൾ തന്നിട്ട് ഒരു സെയിൽസ് മാനോട് അടുത്ത വർഷം അച്ചീവ് ചെയ്യേണ്ടത് ഇതാണ്, സ്ഥാപനത്തിൻ്റെ ടാർഗറ്റ് ഇപ്പോൾ 10,000 ആണ്, 10 lakhs ആണ് എന്നൊക്കെ പറയുമ്പോൾ അതെന്താണ്, ഒബ്ജക്റ്റീവാണ് എന്ന് നമ്മൾ കണ്ടെത്തി എഴുതണം. അതുപോലെ തന്നെ പോളിസി ഉണ്ട്. പോളിസി ഉദാഹരണമാണെങ്കിൽ നമ്മുടെ എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ക്വാളിഫൈഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെ മാത്രമേ സെലക്ട് ചെയ്യൂ എന്നും ഒരു പോളിസി നമ്മളെടുക്കും. അപ്പോൾ ഇത് എന്താണ്, പോളിസിയുടെ എക്സാമ്പിളാണ്. പിന്നെ നമ്മുടെ ബഡ്ജറ്റ് ഉണ്ട്. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്യൂച്ചർ അല്ലേ, ഫ്യൂച്ചറിലെ നമ്മൾ കാണുന്ന കാര്യങ്ങളെ നമ്മൾ എന്താണ് ഒരു ന്യൂമറിക്കൽ ടേംസിൽ എക്സ്പ്രസ് ചെയ്യുന്നതാണ്. നമ്മുടെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എക്സ്പെക്റ്റഡ് റിസൾട്ട്സിനെ ന്യൂമറിക്കലായിട്ട് നമ്മൾ ഇത് എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് ഈ ബഡ്ജറ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഓരോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാൻസ്, സ്ട്രാറ്റജീസ്, തന്ത്രങ്ങൾ, പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിലെല്ലാം ഉൾപ്പെടും. ഒരു പ്രോഗ്രാം നടത്തണമെങ്കിൽ അതിന് ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും, സ്ട്രാറ്റജി ഉണ്ടായിരിക്കും, ആ പ്രോഗ്രാമിന് ബഡ്ജറ്റ് ഉണ്ടായിരിക്കും. ആ പ്രോഗ്രാം ഒരു പ്ലാനുമാണ്. പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നത്, ഇറ്റ് ഇൻക്ലൂഡ്സ് മറ്റ് എല്ലാ പ്ലാനുകളെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് പ്രോഗ്രാം എന്നൊക്കെ പറയുന്നത്. അതുപോലെ പ്രൊസീജിയർ ഉണ്ട്. പ്രൊസീജിയർ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. ആദ്യം എന്ത് ചെയ്യണം, സെക്കൻഡ് എന്ത് ചെയ്യണം, തേർഡ് വൺ, അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നതിനെയാണ് പ്രൊസീജിയർ, നടപടിക്രമം എന്നൊക്കെ പറയും. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാൻസും നമുക്ക് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും.
പ്ലാനിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് പഠിക്കണം അല്ലേ. പ്ലാനിങ്ങിന് കൊണ്ട് ഗുണങ്ങളുണ്ടല്ലോ അല്ലേ. ഒന്നും പഠിക്കാതെ നമ്മൾ പോകാൻ പറ്റില്ലല്ലോ അല്ലേ. പ്ലാൻ ചെയ്യണം. അപ്പോൾ പ്ലാനിങ്ങിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുപോലെ തന്നെ പ്ലാനിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട്. ചിലപ്പോൾ ചില കാര്യങ്ങൾ മുൻകൂട്ടി തീരുമാനിക്കും, പക്ഷേ നമ്മുടെ എൻവയോൺമെൻറ്റ് മാറും. അപ്പോൾ മാറുന്ന എൻവയോൺമെൻറ്റ് അനുസരിച്ച് ചിലപ്പോൾ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കില്ല. അപ്പോൾ അത് പ്ലാനിങ്ങിൻ്റെ ലിമിറ്റേഷനാണ്. അത് മറ്റൊരു ചോദ്യം ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്നത്, പ്ലാനിങ് ഈസ് എ ഫോർവേഡ് ലുക്കിംഗ് ഓർ ബാക്ക്വേർഡ് ലുക്കിംഗ് പ്രോസസ്സാണ്. പ്ലാനിങ് ഈസ് ബോത്ത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ലുക്കിംഗ് പ്രോസസ്സാണ്. അപ്പോൾ അവയിലേക്കുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ട്, മാത്രമല്ല ചെയ്ത കാര്യങ്ങളിൽ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ തിരുത്തൽ വരുത്തിയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്, അപ്പോൾ പുറകിലേക്ക് നോക്കുന്നുണ്ട്. പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു ഫോർവേഡ് ലുക്കിംഗ് പ്രോസസ്സുമാണ്, അതുപോലെ തന്നെ ഒരു ബാക്ക്വേർഡ് ലുക്കിംഗ് പ്രോസസ്സുമാണ് പ്ലാനിങ് എന്നൊക്കെ. സാർ, അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് ഓർഗനൈസിങ്. അപ്പോൾ ഇതേപോലെ തന്നെ ഓർഗനൈസിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എക്സാമിന് എങ്ങനെ വരും, അപ്പോൾ അതൊന്ന് പറഞ്ഞു തരും. ഓർഗനൈസിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഓർഗനൈസിങ് പേരിൽ തന്നെയുണ്ട്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, റിലേഷൻഷിപ്പ്, ആരോട് ആണ് മറുപടി പറയേണ്ടത്, ആർക്കാണ് ഉത്തരവുകൾ നൽകേണ്ടത് എന്ന് കൃത്യമായിട്ട് ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. ഓർഗനൈസിങ്ങിൻ്റെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ രണ്ട് സ്ട്രക്ചറുകളുണ്ട്. ഓർഗനൈസേഷൻ സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഫങ്ഷൻ സ്ട്രക്ചറുണ്ട്, ഡിവിഷണൽ സ്ട്രക്ചറുണ്ട്. ഫങ്ഷൻ സ്ട്രക്ചറിൻ്റെ ഫീച്ചേഴ്സ് പഠിക്കണം. ഫങ്ഷൻ സ്ട്രക്ചറിൻ്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും അതിൻ്റെ ആപ്ലിക്കബിലിറ്റിയൊക്കെ നമ്മൾ പഠിക്കണം. ഫങ്ഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഫങ്ഷൻസിൻ്റെ ബേസിസിലാണ് നമ്മൾ സ്ഥാപനത്തിലെ ഡിഫറെൻ്റ് ആക്ടിവിറ്റീസിനെ അറേഞ്ച് ചെയ്യുന്നത്. ഉദാഹരണം പ്രൊഡക്ഷൻ, പർച്ചേസിങ്, സെയിൽസ്, ഇതെല്ലാം ഫങ്ഷൻസാണ്. ഹ്യൂമൻ റിസോഴ്സ് അതൊരു ഫങ്ഷനായിട്ടാണ് നമ്മൾ കാണുന്നത്. ഈ ഫങ്ഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഓർഗനൈസേഷനിലെ ആക്ടിവിറ്റീസിനെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഡിവിഷണൽ സ്ട്രക്ചർ അങ്ങനെയല്ല. ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് പ്രൊഡക്ട്സിൻ്റെ ബേസിസിൽ, അല്ലെങ്കിൽ റീജിയൻസ്, നോർത്തേൺ റീജിയൻ, സദേൺ റീജിയൻ, അങ്ങനെ റീജിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ, ഉൽപ്പന്നങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഉദാഹരണം കോസ്മെറ്റിക്സ് അല്ലെങ്കിൽ ഫുഡ്വെയർ, അങ്ങനെ ഓരോ ഉൽപ്പന്നങ്ങളുടെ പ്രൊഡക്ട്സിൻ്റെ ബേസിസിൽ നമ്മൾ ആക്ടിവിറ്റീസിനെ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഡിവിഷണൽ സ്ട്രക്ചറിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പഠിക്കണം. ഇനി അടുത്തത് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ വരുന്നുണ്ട് ഈ ചാപ്റ്ററിൽ തന്നെ. ഫോർമൽ ഓർഗനൈസേഷൻ ഉണ്ട്, മറ്റൊന്ന് ഏതായിരിക്കും? അതെ, ഇൻഫോർമൽ ഓർഗനൈസേഷൻ. അപ്പോൾ ഫോർമൽ ആകുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഒരു ഫീച്ചറൊക്കെ എന്ന് പറയാൻ പറ്റില്ലേ? ആ വാക്കിൽ തന്നെ സിമ്പിളാണ്, നമ്മൾ ഇതൊന്നും കാണാപ്പാടം പഠിക്കേണ്ടതില്ല. ഉദാഹരണം, ഫോർമൽ ഓർഗനൈസേഷൻ നമ്മുടെ സ്കൂൾ എന്ന് പറയുന്നത് ഒരു ഫോർമൽ ഓർഗനൈസേഷനാണ്. നമ്മുടെ കൂട്ടുകാരെല്ലാം കൂടിയിട്ട് ഒരു ക്ലബ്ബൊക്കെ രൂപീകരിക്കുന്നു, അതൊരു ഇൻഫോർമൽ ഓർഗനൈസേഷനാണ്. ഇവിടെ രണ്ടും വ്യത്യാസമല്ലേ, പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടല്ലേ, വ്യത്യാസങ്ങളുണ്ട്. അത് തന്നെയാണ് ഈ ഫോർമൽ ഓർഗനൈസേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷൻ്റെ ഫീച്ചേഴ്സ്. ഫോർമൽ ആകുമ്പോൾ അവിടെ കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, ഒരു ചെയിൻ ഓഫ് കമാൻഡ് ഉണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്. ഇൻഫോർമൽ ആണെങ്കിലോ അവിടെ ഈ പറയുന്ന ചെയിൻ ഓഫ് കമാൻഡ് ഒന്നുമില്ല, ആരോട് വേണമെങ്കിലും സംസാരിക്കാം അല്ലേ. അതുപോലെ തന്നെ ലീഡറെ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാവരും കൂടിയിട്ട് ലീഡറെ തിരഞ്ഞെടുക്കുന്നു, ആക്റ്റീവായിട്ടുള്ള ഒരാളെ തിരഞ്ഞെടുക്കുന്നു. ഇവിടെയാണെങ്കിലോ കൃത്യമായി ക്വാളിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഫോർമൽ ഓർഗനൈസേഷനിൽ തിരഞ്ഞെടുക്കുന്നത്. ഇൻഫോർമലാണെങ്കിൽ റൂൾസും റെഗുലേഷൻസും ഇല്ല. ഇങ്ങനെ ഈ ഫോർമൽ ഓർഗനൈസേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഫോർമൽ ഓർഗനൈസേഷൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, ഇൻഫോർമൽ ഓർഗനൈസേഷൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, ഇതെല്ലാം ഈ ചാപ്റ്ററിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ മറ്റൊരു കൺസെപ്റ്റ് ഡെലിഗേഷൻ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ഡെലിഗേഷനും ഡീസെൻട്രലൈസേഷനും ഉണ്ട്. ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സുപ്പീരിയർ സബോർഡിനേറ്റിന് അയാളുടെ ജോബ്സ് അല്ലെങ്കിൽ വർക്കുകളൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് ഡെലിഗേഷൻ എന്ന് പറയുന്നത്. തൊഴിൽ വിഭജനം ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ഡെലിഗേഷനിൽ ശ്രദ്ധിക്കാനുള്ളത്, ഡെലിഗേഷനിൽ ഒരു രണ്ട് എംപ്ലോയീസ് തമ്മിൽ, ഒരു സുപ്പീരിയറും ഒരു സബോർഡിനേറ്റും തമ്മിലാണ് ഡെലിഗേഷൻ നടക്കുന്നത്. ഡീസെൻട്രലൈസേഷൻ അങ്ങനെയല്ല, ഒരു ഓർഗനൈസേഷൻ ടോട്ടലായിട്ടാണ് വർക്ക് ഡിവൈഡ് ചെയ്യുന്നത്. ഇതാണ് ഡെലിഗേഷനും ഡീസെൻട്രലൈസേഷനും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഡെലിഗേഷന് 3 എലമെൻറ്റ്സ് ഉണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മളത് ശ്രദ്ധിക്കണം. അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി. അതോറിറ്റി എന്താണെന്ന് അറിയാലോ? ഇറ്റ്സ് ദ പവർ ടു ഗിവ് ഓർഡേഴ്സ് അല്ലേ, റൈറ്റ് ടു ഗിവ് ഓർഡേഴ്സ്, അതാണ് അതോറിറ്റി എന്ന് പറയുന്നത്. റെസ്പോൺസിബിലിറ്റി ആണെങ്കിലോ, റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് നൽകിയിട്ടുള്ള പറയുന്ന വർക്ക് അത് പെർഫോം ചെയ്യാനുള്ള നമ്മുടെ ഒബ്ലിഗേഷൻ, കടമയാണ്. ഒബ്ലിഗേഷൻ ടു പെർഫോം ദി അസൈൻഡ് ടാസ്ക്.
നമുക്ക് തന്നിട്ടുള്ള ആ ജോലി ചെയ്തു തീർക്കാനുള്ള നമ്മുടെ കടമയാണ് എന്തെന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി ആൻഡ് തേർഡ് വൺ അക്കൗണ്ടബിലിറ്റി. അക്കൗണ്ടബിലിറ്റിയുടെ മീനിങ് കണക്ക് പറയൽ എന്നാണ് അർത്ഥം. നമ്മളൊരു ജോലി പെർഫോം ചെയ്തു അല്ലെങ്കിൽ ചെയ്തില്ല, അതിൻ്റെ കണക്ക് ആരോട് പറയേണ്ടി വരും? ഹയർ അതോറിറ്റീസിനോട് പറയേണ്ടി വരും. അതിനെയാണ് നമ്മൾ അക്കൗണ്ടബിലിറ്റി എന്ന് ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്. ഓക്കെ, താങ്ക് യു സാർ. ഏറ്റവും ലെങ്തി ആയിട്ടുള്ളൊരു പാടാണ് സ്റ്റാഫിങ്. സംഭവം എനിക്ക് പഠിച്ചിട്ടൊന്നും മനസ്സിലാവണില്ല. അപ്പോൾ എല്ലാവരും ലാസ്റ്റ് എക്സാം ആകുമ്പോൾ സ്കിപ്പ് ചെയ്യില്ല പതിവ്. എല്ലാവരും ടെൻഷൻ അടിച്ച് അത് സ്കിപ്പ് ചെയ്യും. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി, ടെൻഷൻ അടിക്കാണ്ടിരിക്കാൻ വേണ്ടി ഒന്ന് ടിപ്സ് ആൻഡ് ട്രിക്സും പിന്നെ ടോപ്പിക്സും, ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്സും ആ പാഠത്തിലൊന്ന് പറഞ്ഞു തരും. സ്റ്റാഫിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റാഫുകളെ സെലക്ഷൻ ഓഫ് റൈറ്റ് പേഴ്സൺ, ശരിയായ ആളെ ശരിയായ ജോബിലേക്ക് സെലക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. സ്റ്റാഫിംഗ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്, പക്ഷേ വളരെ ഈസിയാണ്. സ്റ്റാഫിങ്ങിൻ്റെ സ്റ്റെപ്പുകൾ നമുക്ക് പഠിക്കണം. സ്റ്റാഫിങ്ങിൻ്റെ സ്റ്റെപ്പുകളിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി ആളുകളെ ക്ഷണിക്കുന്നതിനെയാണ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. റിക്രൂട്ട്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ആ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ള കൺസെപ്റ്റാണ്. സ്റ്റാഫിങ്ങിൻ്റെ സ്റ്റെപ്പുകളെല്ലാം പഠിക്കണം. അതുപോലെ തന്നെ സെലക്ഷൻ എന്ന് പറയുന്ന മറ്റൊരു ടേമാണ്. സെലക്ഷനും റിക്രൂട്ട്മെൻറ്റും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത് എല്ലാ ആളുകൾക്കും ജോബിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാ ആളുകളെയും അപ്ലൈ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതാണ് റിക്രൂട്ട്മെൻറ്റ്. സെലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മോസ്റ്റ് അല്ലേ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്? സെലക്ട് ചെയ്യുന്നതിനെയാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സെലക്ഷൻ ഈസ് എ നെഗറ്റീവ് പ്രോസസ്സ് എന്ന് പറയുന്നൊരു ക്വസ്റ്റ്യൻ വരാം. റിക്രൂട്ട്മെൻറ്റ് ഈസ് എ പോസിറ്റീവ് പ്രോസസ്സ്, വൈ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ എഴുതി വെക്കേണ്ടത് റിക്രൂട്ട്മെൻ്റ് ആണെങ്കിൽ എല്ലാ ആളുകളെയും ജോബിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നുണ്ട്. സെലക്ഷൻ ആണെങ്കിലോ അവിടെ കുറച്ച് ആളുകളെ എലിമിനേറ്റ് ചെയ്തിട്ട് മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആളുകളെയാണ് തിരഞ്ഞെടുക്കുന്നത്. സെലക്ഷനും സ്റ്റെപ്പുകളുണ്ട്. സെലക്ഷൻ്റെ സ്റ്റെപ്പുകളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് ഇൻ്റർവ്യൂ വരുന്നുണ്ട്. അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റുകൾ വരുന്നുണ്ട്. പേഴ്സണാലിറ്റി ടെസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ട്രേഡ് ടെസ്റ്റ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഡിഫറെൻറ്റ് ടെസ്റ്റുകളൊക്കെ തന്നെ സെലക്ഷൻ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ സ്റ്റാഫിങ്ങിലാണെങ്കിൽ നമ്മുടെ കോമ്പൻസേഷൻ തീരുമാനിക്കണം. അങ്ങനെ തുടങ്ങിയ എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് അതൊക്കെ നമ്മൾ അപ്രൈസൽ നടത്തണം. പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്, കേട്ടിട്ടുണ്ടോ? അങ്ങനെ വെച്ചാൽ കേട്ടിട്ടില്ല. അത് നമ്മൾ എംപ്ലോയീസിൻ്റെ അവർ ജോബ് എത്രത്തോളം പെർഫോം ചെയ്തു, നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിലൊക്കെ കാര്യങ്ങൾ പെർഫോം ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്ന കാര്യങ്ങളാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പോൾ ഇത് നമ്മൾ പൊതുവായിട്ടൊരു കൺസെപ്റ്റൊക്കെ ഈ പരീക്ഷാ പേപ്പറുകളിലൊക്കെ ചോദിച്ച് കാണാറുണ്ട്. സെലക്ഷൻ പഠിക്കണം, അതുപോലെ തന്നെ സ്റ്റാഫിങ്ങിൻ്റെ സ്റ്റെപ്പുകൾ പഠിക്കണം. ട്രെയിനിങ് ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ട് ട്രെയിനിങ് മെത്തേഡ്സ് ഉണ്ട്. ഓൺ ദ ജോബ് ട്രെയിനിങ് ഉണ്ട്, ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സ് ഉണ്ട്. ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഒരു എംപ്ലോയിയെ ഒരു ജോബിൻ്റെ കൂടെ തന്നെ ട്രെയിൻ ചെയ്യുന്നതിനെയാണ് ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ അപ്രൻറ്റൈസ്ഷിപ്പ് ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡാണ്. അപ്പോൾ ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡാണ് നമ്മൾ ക്ലാസ് റൂം ലെക്ചർ എന്നൊക്കെ പറയുന്നത് ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡാണ്. അതുപോലെ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് പറയുന്ന മെത്തേഡ് ഉണ്ട്. വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്ച്വൽ ഫാക്ടറിയിലുള്ള എല്ലാ മെറ്റീരിയൽസൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ ഒരു സെറ്റിങ്സ് അങ്ങനെ ഒരു സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ക്ലാസ് റൂമിൽ പഠിപ്പിക്കുന്നതാണ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് പറയുന്നത്. അവിടെ ആക്ച്വൽ ഫാക്ടറിയിൽ യൂസ് ചെയ്യുന്ന എല്ലാ ടൂൾസും യൂസ് ചെയ്തുകൊണ്ട് ഒരു ട്രെയിനിങ് സെൻറ്ററിൽ പഠിപ്പിക്കുന്നതാണ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഇവിടെ ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സ് ഉണ്ട്, ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സ് ഉണ്ട്. പിന്നെ സ്റ്റാഫിങ്ങിൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻ്റ് ഉണ്ട്. 2 സോഴ്സ് ഉണ്ട്. ഇൻറ്റേർണൽ സോഴ്സ് റിക്രൂട്ട്മെൻറ്റും ഉണ്ട്, എക്സ്റ്റേണൽ റിക്രൂട്ട്മെൻ്റ് ഉണ്ട്. ഇൻറ്റേർണൽ സോഴ്സ് റിക്രൂട്ട്മെൻറ്റ് ഏതായിരിക്കും? ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സെലക്ടിങ് അല്ലെങ്കിൽ റിക്രൂട്ടിംഗ് ദി എംപ്ലോയി വിത്തിൻ ദി ഓർഗനൈസേഷൻ. സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ എംപ്ലോയിയെ റിക്രൂട്ട് ചെയ്യുന്നതിനെയാണ് ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ റിക്രൂട്ട് ചെയ്യാൻ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം? സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ആൾക്ക് എന്ത് കൊടുക്കാം? ഇതൊരു ബ്രാഞ്ചാന്ന് വിചാരിക്കാം, വേറൊരു ബ്രാഞ്ചിലേക്ക് ആവശ്യമുണ്ട്. അപ്പോൾ എന്ത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് മാറ്റാം. അപ്പോൾ എന്താ പറയുക? ട്രാൻസ്ഫർ. അപ്പോൾ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഒരു ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റാണ്. അതുപോലെ തന്നെ അവിടെ ഒരു വലിയ പോസ്റ്റ്
നമ്മുടെ അടുത്തൊരു ബ്രാഞ്ചിൽ ഒഴിവുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ ഒരു വലിയ പോസ്റ്റ് ഒഴിവ് വന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ എംപ്ലോയിയെ അങ്ങോട്ടേക്ക് നമുക്ക് മാറ്റാം. അതിനെന്ത് പറയാം? പ്രൊമോഷൻ. കറക്റ്റാണ്. സേവിൻ്റെ കൺസെപ്റ്റുകളൊക്കെ ക്ലിയർ ആണ്, പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ട്രാൻസ്ഫർ, പ്രൊമോഷൻ തുടങ്ങിയതാണ് ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. അതുപോലെ എക്സ്റ്റേണൽ സോഴ്സ് ഉണ്ട്, സ്ഥാപനത്തിൻ്റെ പുറമേ നിന്ന് പുതിയ പുതിയ ആളുകളെ കണ്ടെത്തുന്നതാണ് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. ക്യാമ്പസ് സെലക്ഷൻ, നമ്മളെ കോളേജുകളിൽ നിന്നൊക്കെ ക്യാമ്പസ് വഴി സെലക്ട് ചെയ്യാം. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്ന് ആളുകളെ സെലക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ജോബ് കോൺട്രാക്ടേഴ്സ് വഴി ആളുകളെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻ്റർനെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള വെബ്സൈറ്റ്സ് വഴിയൊക്കെ നമുക്ക് ആളുകളെ സെലക്ട് ചെയ്യാം. അങ്ങനെ വിവിധ തരത്തിലുള്ള എക്സ്റ്റേണൽ റിക്രൂട്ട്മെൻറ്റ് മെത്തേഡുകൾ നമുക്ക് പഠിക്കാനുണ്ട്. എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻ്റ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. ഇൻറ്റേർണൽ ആകെ 2 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. സാർ, അടുത്ത ചാപ്റ്റർ ആയിട്ടുള്ള ഡയറക്റ്റിങ് ഇതേപോലെ തന്നെ ലെങ്തി ആയിട്ടുള്ള പാടാണ്. അപ്പോൾ സ്റ്റാഫിങ്ങിൻ്റെ പോലെ തന്നെ ഇതേപോലെ ചുരുക്കി ഒന്ന് പറഞ്ഞു തരാൻ പറ്റും? ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കാൻ ഏറ്റവും സിമ്പിൾ എന്ന് പറയുന്നത് അതിൻ്റെ എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കലാണ്. ഡയറക്റ്റിങ്ങിനാകെ 4 എലമെൻറ്റ്സേ ഉള്ളൂ. ഫസ്റ്റ് വൺ സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ. ഈ 4 എലമെൻറ്റ്സ് ആണ് ഡയറക്റ്റിങ്ങിനുള്ളത്. അതിൽ ഒന്നാമത്തേതാണ് സൂപ്പർവിഷൻ. ഒരു സൂപ്പർവൈസർ ആരാണ്? ആ സൂപ്പർവൈസറുടെ ഡ്യൂട്ടി എന്തൊക്കെയാണ്? ഓവർസീയിങ് ദ വർക്ക്, ആ വർക്കുകളൊക്കെ നോക്കി നടത്തുക, അത് കൃത്യമായിട്ടുള്ള ടൈം ഷെഡ്യൂൾ തീരുമാനിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു സൂപ്പർവൈസർ ചെയ്യേണ്ടതാണ്. സൂപ്പർവൈസറുടെ റോള്, അയാളുടെ ഡ്യൂട്ടി, ഇതൊക്കെയാണ് സൂപ്പർവിഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ചോദിക്കാറുള്ളത്. മറ്റൊന്ന് മോട്ടിവേഷനാണ്. മോട്ടിവേഷൻ എന്തായിരിക്കും? മോട്ടിവേഷൻ അല്ലേ, ഒരു വർക്ക് പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു എംപ്ലോയീസിന് കൊടുക്കുന്ന വിവിധ തരത്തിലുള്ള സപ്പോർട്ടുകളെല്ലാം നമുക്ക് മോട്ടിവേഷൻ എന്ന് പറയാം. മോട്ടിവേഷൻ ഉണ്ട്. മോട്ടിവേഷൻ 2 തരത്തിലുണ്ട്. ഇൻട്രിൻസിക് മോട്ടിവേഷൻ, എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഒരാൾ ഉള്ളിൽ തന്നെ പ്രചോദനമാകുന്നതാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. മറ്റൊന്ന് പുറമേ നിന്ന് ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നതാണ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്നൊക്കെ പറയുന്നത്. എക്സ്ട്രിൻസിക് മോട്ടിവേഷനാണ് നമുക്ക് നമ്മുടെ കൺസെപ്റ്റ്, നമ്മുടെ ചാപ്റ്ററുമായി സിലബസുമായിട്ടൊക്കെ നമുക്ക് പഠിക്കാനുള്ളത്. ഈ മോട്ടിവേഷനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറി എന്ന് പറയുന്നത് ഡോക്ടർ എബ്രഹാം മാസ്ലോവിൻ്റെ തിയറി നമുക്ക് പഠിക്കാം. മോട്ടിവേഷൻ തിയറി. തിയറിയുടെ പേര് നീഡ് ഹൈറാർക്കി തിയറി എന്നാണ്. ആവശ്യ ശ്രേണി സിദ്ധാന്തം. അവിടെ ഒരു ഇൻഡിവിജ്വലിൻ്റെ നീഡ്സിന് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഉണ്ട് എന്നാണ് ആര് പറയുന്നത്? എബ്രഹാം മാസ്ലോ പറയുന്നുണ്ട്. ആദ്യം ബേസിക് ആയിട്ടുള്ള ഫിസിയോളജിക്കൽ നീഡ്സ്, ഫുഡ്, ഡ്രിങ്ക്, വാട്ടർ എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള നമ്മുടെ, പിന്നെ അതുപോലെ തന്നെ സെക്യൂരിറ്റി നീഡ്സ്, നമുക്ക് സുരക്ഷിതമായിരിക്കാനുള്ള നമ്മുടെ ആവശ്യങ്ങൾ, പിന്നെ സോഷ്യൽ നീഡ്സ്, അതുപോലെ തന്നെ എസ്റ്റീം നീഡ്സ്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ ആത്മസാക്ഷാത്കാരം എന്നാണ് അതിനെ പറയാം. ഇതിൽ എസ്റ്റീം നീഡ്സ് എന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു എസ്റ്റീം നീഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു എംപ്ലോയിക്ക് സ്റ്റാറ്റസ് കൊടുക്കുക, പദവി, പ്രൊമോഷൻ കൊടുക്കുക, ഇതൊക്കെ ആളുടെ എസ്റ്റീം നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. ഒരു എംപ്ലോയിക്ക് ആൾക്ക് വീട് അല്ലെങ്കിൽ ഭക്ഷണം അതൊന്നും ഇല്ലാത്തൊരു എംപ്ലോയിയെ സംബന്ധിച്ച് ആദ്യം ഏതാ കൊടുക്കുന്നത്? ബേസിക് ഫിസിയോളജിക്കൽ നീഡാണ് ആൾക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം ഒരു ബേസിക് സാലറി കൊടുക്കണം, പിന്നെ ആൾക്ക് പ്രൊമോഷൻ കൊടുക്കണം, പിന്നെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പുകൾ, സോഷ്യൽ ക്ലബ്ബുകളൊക്കെ സ്ഥാപനത്തിൽ ഉണ്ടാക്കണം. അതുപോലെ ലാസ്റ്റ് നീഡിനെ പറയുന്ന പേരാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയുന്നത്. ഒരു എംപ്ലോയിയുടെ മാക്സിമം പൊട്ടൻഷ്യൽസ്, മാക്സിമം അയാളുടെ കഴിവുകളെല്ലാം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം നൽകുന്നതിനെയാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന നീഡുകളെ കൃത്യമായിട്ട് ഓർഡറിൽ തന്നെ പഠിക്കണം. എബ്രഹാം മാസ്ലോ പറയുന്നത് എവരി ഹ്യൂമൻ ഹാസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നീഡ്സ് ഉണ്ട്. ആ നീഡ്സിനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഹൈറാർക്കി ഉണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഓരോ നീഡും. ആദ്യം നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഫിസിയോളജിക്കൽ നീഡ് അത് സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് നമുക്ക് അടുത്ത നീഡ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഭക്ഷണമോ വസ്ത്രമോ ഇല്ലാത്ത ആളെ സംബന്ധിച്ച് ആൾക്ക് സ്റ്റാറ്റസ് പദവിയാണെന്ന് തോന്നുമോ? ഒരിക്കലും തോന്നില്ലല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തോന്നും എന്താണ്, എനിക്കൊരു വീട് വേണം എന്ന് പറഞ്ഞാൽ എനിക്ക് കുറേ കൂട്ടുകാർ വേണമെന്ന് തോന്നുന്നു. അടുത്ത സ്നേഹത്തിലേക്ക് എത്തി. പിന്നെ എനിക്ക് ആളുകളുടെ ഇടയിൽ ഞാനൊരാളാവണം, അല്ലേ, ലീഡറാവണം. അപ്പോൾ എനിക്ക് സ്റ്റാറ്റസ് നമ്മുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്ന നമ്മുടെ ആ നീഡ് സാറ്റിസ്ഫൈ ചെയ്തു. ലാസ്റ്റാണ് എൻ്റെ കഴിവുകളെല്ലാം പ്രകടിപ്പിക്കുക എന്ന് പറയുന്ന സെൽഫ് ആക്ച്വലൈസേഷൻ നീഡിലേക്ക് നമ്മൾ എത്തുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. ഒരു എംപ്ലോയിയെ മോട്ടിവേറ്റ് ചെയ്യാൻ എന്തൊക്കെ നൽകാം എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതേണ്ടത് വി ഷുഡ് പ്രൊവൈഡ് ഇൻസെൻറ്റീവ്സ് ആണ് കൊടുക്കേണ്ടത്. ഇൻസെൻറ്റീവ്സ് 2 തരത്തിലുണ്ട്. മോണിറ്ററി ഇൻസെൻറ്റീവ്സ് ഉണ്ട്, അതുപോലെ തന്നെ നോൺ മോണിറ്ററി ഇൻസെൻറ്റീവ്സ് ഉണ്ട്. ആ പേരിൽ തന്നെയുണ്ട്. മോണിറ്ററി എന്ന് പറഞ്ഞാൽ ഇൻ ടേംസ് ഓഫ് മണി, അല്ലേ, പണത്തിൻ്റെ രൂപത്തിൽ കൊടുക്കുന്ന ഇൻസെൻറ്റീവ്സ് ആണ് മോണിറ്ററി ഇൻസെൻറ്റീവ്സ് എന്നൊക്കെ പറയുന്നത്. ബോണസ് കൊടുക്കാം,
അതൊരു പണത്തിൻ്റെ രൂപത്തിലാണ് കൊടുക്കുന്നത് അല്ലേ, ഇൻ ദ ഫോം ഓഫ് ക്യാഷ്. അപ്പോൾ നമുക്ക് മോണിറ്ററി ഇൻസെൻറ്റീവ്സ് എന്ന് പറയാം. നോൺ മോണിറ്ററി ഇൻസെൻറ്റീവ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആളുടെ കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള കുറേ ഫെസിലിറ്റീസൊക്കെ, റിക്രിയേഷൻ ഫെസിലിറ്റീസൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അങ്ങനെ നമുക്ക് നോൺ മോണിറ്ററി ഇൻസെൻറ്റീവ്സ് ഉണ്ട്. ഒരുപാട് എക്സാമ്പിൾസ് ഒക്കെ നമുക്കത് പഠിക്കാനുണ്ട്. ഈ പറയുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻസെൻറ്റീവ്സ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. അപ്പോൾ നമ്മൾ ഏതൊക്കെ പറഞ്ഞിട്ടുണ്ട്? സൂപ്പർവിഷൻ, മോട്ടിവേഷൻ. മൂന്നാമത്തേതാണ് ലീഡർഷിപ്പ് അല്ലേ, മറ്റുള്ള ആളുകളെ എന്ത് ചെയ്യുന്നുണ്ട്, സ്ഥാപനത്തിൻ്റെ അല്ലെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടി മറ്റുള്ള ആളുകളെ പ്രേരിപ്പിക്കുന്നതാണ് അത് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ലീഡർഷിപ്പ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലീഡർഷിപ്പ് പഠിക്കാനുണ്ട്. ഓട്ടോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ ഇയാളാണ് എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത്, ആ മാനേജറാണ്. ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആളുകളുമായിട്ട്, എംപ്ലോയീസുമായി, വർക്കേഴ്സുമായിട്ട്, ലോവർ ലെവൽ മാനേജേഴ്സുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടാണ് തീരുമാനം എടുക്കുന്നത്. അതാണ് ഡെമോക്രാറ്റിക് ലീഡർ. മൂന്നാമത്തെ ഇതാണ് പലപ്പോഴും കുട്ടികൾ എഴുതാതിരിക്കുന്നത്, ലേസസ് ഫെയർ ലീഡർ അല്ലെങ്കിൽ ഫ്രീ റെയിൻ ലീഡർ എന്ന് പറയും. അയാൾ ഫ്രീ ആയിട്ടായിരിക്കുക, അയാൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളെയും നോക്കിക്കാണും. പക്ഷേ വളരെ എമർജൻസി സിറ്റുവേഷൻസിൽ മാത്രമേ അയാളുടെ ലീഡർഷിപ്പ് എക്സസൈസ് ചെയ്യൂ. അയാളെയാണ് ഫ്രീ റെയിൻ ലീഡർ അഥവാ ലേസസ് ഫെയർ ലീഡർ എന്ന് പറയുന്നത്. ഇപ്പോൾ ലീഡർഷിപ്പിൻ്റെ ഈ ടൈപ്സൊക്കെ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കണം. ലീഡർഷിപ്പിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ഇനി അടുത്തതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടേ നമുക്ക് അല്ലേ? അത് ഫോർമൽ കമ്മ്യൂണിക്കേഷനുണ്ട്, നമുക്ക് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ, ഫോർമലായിട്ട് ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷനൊക്കെ തന്നെ വരുന്നുണ്ട്. ഇൻഫോർമൽ ആണെങ്കിലോ, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ പറയുന്ന മറ്റൊരു പേരാണ് ഫ്രീ റെയിൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ഗ്രേപ്പ് വൈൻ എന്നാണ് അതിനെ കുറേയും കൂടി സ്യൂട്ടബിൾ ആയിട്ടുള്ള ടേം, ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ, മുന്തിരിവള്ളി ആശയവിനിമയം എന്നൊക്കെ പറയും. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെ പ്രത്യേകത എന്താ? അവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കും, അതോറിറ്റി ഉണ്ടായിരിക്കും, തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവിടെ വരുന്നുണ്ട്. ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു അതോറിറ്റി ഒന്നും ഉണ്ടായിരിക്കില്ല. ആരോട് വേണമെങ്കിലും വളരെ ഈസി ആയിട്ട് ഇങ്ങനെ റൂമേഴ്സൊക്കെ പറയാം. റൂമേഴ്സ് കൃത്യമായിട്ടുള്ളൊരു സോഴ്സ് ഒന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ സത്യമായിക്കൊള്ളണമെന്നില്ല. പക്ഷേ വളരെ ഫ്രീ ആയിട്ട് വളരെ സ്പീഡായിട്ടായിരിക്കും റൂമേഴ്സൊക്കെ പോകുന്നത്. വളരെ സ്പീഡ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് ഒക്കെ ചോദിക്കും. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെ അഡ്വാൻറ്റേജസ് പഠിക്കണം, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെയും അഡ്വാൻറ്റേജസ് പഠിക്കണം. അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ. 4 എലമെൻറ്റ്സ് ആണുള്ളത്. ഏതൊക്കെയാണ്? നമ്മുടെ സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ. ലാസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഡയഗ്രം നമുക്ക് പഠിക്കാനുണ്ട്. സെൻഡർ, റിസീവർ, അതുപോലെ തന്നെ മെസ്സേജ്, എൻകോഡിങ്, ഡീകോഡിങ്, ഫീഡ്ബാക്ക്, നോയ്സ് എന്നൊക്കെ പറയുന്ന ഒരു ഡയഗ്രം തന്നെ നമുക്ക് കമ്മ്യൂണിക്കേഷനുമായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ആ ഡയഗ്രം നന്നായിട്ട് പഠിച്ചു. എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. ആ ഒരു ഡയഗ്രത്തോടു കൂടി തന്നെ അത് പഠിക്കാനായിട്ട് സാധിക്കുക. ഡയഗ്രം ചിലപ്പോൾ മിസ്സിങ് പാർട്ടൊക്കെ തരും, അപ്പോൾ അവിടെ നമ്മൾ ഫില്ല് ചെയ്യണം. ഇതാണ് ഈ ചാപ്റ്ററിൽ. ഈസി അല്ലേ? 4 കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. ഏതൊക്കെയായിരുന്നു? സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ. ഓക്കെ സാർ, അടുത്ത ചാപ്റ്ററായ കൺട്രോളിങ്. ഈ കൺട്രോളിങ്ങിൻ്റെ ബേസിക്സ് ആയിട്ടുള്ള ടോപ്പിക്സ്, പിന്നെ എക്സാമിന് എങ്ങനെ വരാം, 1 വേർഡ്സ് ആയിട്ട് വരും, അപ്പോൾ കുഴപ്പിക്കുന്ന ചോദ്യങ്ങളായിട്ട് വരും. അപ്പോൾ അതിനായിട്ട് ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ട് മാഷൊന്ന് പറഞ്ഞു. നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്ററുകളിലെ ഏറ്റവും ചെറിയ ചാപ്റ്ററാണ് കൺട്രോളിങ് എന്ന് പറയുന്നത്. കൺട്രോളിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ സ്റ്റാൻഡേർഡുകളൊക്കെ തീരുമാനിച്ചല്ലോ, ആ സ്റ്റാൻഡേർഡ് പ്രകാരം വർക്ക് പെർഫോം ചെയ്തിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനെയാണ് കൺട്രോളിങ് എന്ന് പറയുന്നത്. അല്ലാതെ ആരെങ്കിലും നമ്മൾ കൺട്രോൾ ചെയ്യലല്ല, നമ്മൾ നേരത്തെ ഡിറ്റർമിൻ ചെയ്ത സ്റ്റാൻഡേർഡ്, ആ സ്റ്റാൻഡേർഡ് അനുസരിച്ച് എംപ്ലോയി പെർഫോം ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ഫങ്ഷൻസാണ് കൺട്രോളിങ് എന്ന് പറയുന്നത്. കൺട്രോളിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്, കൺട്രോളിങ്ങിൻ്റെ സ്റ്റെപ്പുകൾ, ഇതാണ് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഇത്രയേ ഉള്ളൂ. ഏറ്റവും ചെറിയ ചാപ്റ്ററാണ്. കൺട്രോളിങ്ങിൻ്റെ ഇമ്പോർട്ടൻസും കൺട്രോളിങ്ങിൻ്റെ സ്റ്റെപ്സുമാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാം. അടുത്തൊരു ചാപ്റ്റർ നമുക്ക് ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഒരു മാർക്കിൻ്റെ ചോദ്യം ചോദിക്കാം, വാട്ട് ഡു യു മീൻ ബൈ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്? അങ്ങനെ ഈസി ആയിട്ട് എഴുതാം. മാനേജ്മെൻറ്റ് ഓഫ് ഫിനാൻസ് ഈസ് കോൾഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് അല്ലേ. ഇതാണ് ഫിനാൻസിനെ മാനേജ് ചെയ്യുന്നതിനെയാണ്, കൈകാര്യം ചെയ്യുന്നതിനെയാണ് ധനകാര്യ മാനേജ്മെൻറ്റ് അഥവാ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഒന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനാണ്, മറ്റൊന്ന് ഫിനാൻസ് ഡിസിഷൻ എന്ന് പറയും, തേർഡ് വൺ ഡിവിഡൻഡ് ഡിസിഷൻ. ഇത് കൺസെപ്റ്റ് ചോദിക്കാം. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഫിക്സഡ് അസറ്റുകൾ, നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവുമല്ലോ,
ഈ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ഏതൊക്കെ അസറ്റുകൾ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്ന് ആദ്യമേ തീരുമാനിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ഡിസിഷനാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. ഏതൊക്കെ അസറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത്. രണ്ടാമത്തേത് ഫിനാൻസ് ഫംഗ്ഷനാണ്. ഫിനാൻസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾക്ക് എവിടെ നിന്നൊക്കെയാണ് നമുക്ക് ഫിനാൻസ് ലഭിക്കുക. നമ്മുടെ കമ്പനി അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ നടത്തി കൊണ്ടുപോകുന്നതിന് ആവശ്യമായിട്ടുള്ള ഫണ്ടുകൾ എവിടെ നിന്നൊക്കെ നമുക്ക് ലഭിക്കും. നമുക്ക് ഷെയറുകൾ, ഡിബഞ്ചറുകൾ, പബ്ലിക് ഡെപ്പോസിറ്റ്, ലീസ് ഫിനാൻസിങ്, ഇങ്ങനെ ഒരുപാട് സോഴ്സുകളുണ്ട്. അപ്പോൾ എവിടെ നിന്നൊക്കെയാണ് നമുക്ക് ഫണ്ടുകൾ ലഭിക്കുക എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു തീരുമാനമാണ് എവിടെ എടുക്കുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നത്. അത് തേർഡ് വൺ ഡിവിഡൻഡ് ഡിസിഷനാണ്. ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുമല്ലോ. ഈ പ്രോഫിറ്റിൻ്റെ ഒരു പാർട്ട് നമ്മൾ റിട്ടേൺ ചെയ്യും. ഒരു പാർട്ട് ആർക്ക് കൊടുക്കും? ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം. ആ ഒരു തീരുമാനം, എത്ര പാർട്ട് കൊടുക്കണം, ഷെയർ ഹോൾഡേഴ്സിന് എത്ര രൂപ നൽകണം, നമുക്ക് കമ്പനിയുടെ ഭാവി ആവശ്യങ്ങൾക്ക് വേണ്ടി, ഫ്യൂച്ചർ എക്സ്പാൻഷനൊക്കെ വേണ്ടിയിട്ട് എത്ര പൈസ നീക്കി വെക്കണം, മാറ്റി വെക്കണം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡിസിഷനാണ് ഇവിടെ എടുക്കുന്നത്. ഈ ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നമ്മൾ എടുക്കുന്നത്. അങ്ങനെ 3 ഡിസിഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. ഇനി 2 കാര്യങ്ങൾ കൂടിയുണ്ട്. മാനേജ്മെൻറ്റ് ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ഫിക്സഡ് ക്യാപിറ്റൽ അറിയാലോ, വളരെ ഈസി അല്ലേ? എന്താണ് ഫിക്സഡ് ക്യാപിറ്റലിൻ്റെ എക്സാമ്പിൾ പറഞ്ഞ്? ഫിക്സഡ് ക്യാപിറ്റൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി അല്ലേ? അപ്പോൾ ഈ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറിയിലേക്കൊക്കെ എത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്യണം, അതിൻ്റെ ഒരു മാനേജ്മെൻറ്റാണ് ഇവിടെ വരുന്നത്, ഈ ഫിക്സഡ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നത്. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ് ഡേ ടു ഡേ റണ്ണിങ്ങിന് ആവശ്യമായി വരുന്ന ഫണ്ടുകൾ അതെങ്ങനെ കൈകാര്യം ചെയ്യണം, അതിനെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിൽ പഠിക്കുന്നത്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ ഫിക്സഡ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാം ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാം. സാർ, അടുത്ത ചാപ്റ്റർ ആയിട്ടുള്ള മാർക്കറ്റിംഗ്, അതും ലെങ്തി ആയിട്ടുള്ള പാഠം തന്നെയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്കൊന്ന് ചുരുക്കി പറഞ്ഞു തരും. മാർക്കറ്റിങ്ങിൽ നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരുപാട് ടെർമിനോളജീസാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. മാർക്കറ്റിങ്ങിൻ്റെ ഫങ്ഷൻസാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്. അതിൽ ബ്രാൻഡിങ് വരുന്നുണ്ട്. അപ്പോൾ ഉൽപ്പന്നങ്ങൾക്ക് ബ്രാൻഡുകൾ തീരുമാനിക്കും, ബ്രാൻഡിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. പാക്കേജിങ്, ഉൽപ്പന്നങ്ങളൊക്കെ പാക്ക് അത് ലെവൽസ് ഓഫ് പാക്കേജിങ് ഉണ്ട്, ടൈപ്സ് ഓഫ് പാക്കേജിങ് വരുന്നുണ്ട്, പ്രൈസിങ് വരുന്നുണ്ട്, ഓരോ വില നിശ്ചയിക്കൽ തുടങ്ങിയ അഡ്വർടൈസ്മെൻറ്റ്, സെയിൽസ് പ്രൊമോഷൻ, പേഴ്സണൽ സെല്ലിംഗ് തുടങ്ങിയ കൺസെപ്റ്റുകളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ മാർക്കറ്റിങ്ങും സെല്ലിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കും. മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുൻപേ തന്നെ തുടങ്ങുന്നതാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ആളുകളുടെ അടുത്ത് സർവേ ഒക്കെ നടത്തിയിട്ട് കസ്റ്റമേഴ്സിന് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് ഏതാണെന്നൊക്കെ കണ്ടെത്തിയതിന് ശേഷമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് മാർക്കറ്റിംഗ്. സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തതിൻ്റെ ശേഷം ഉള്ള കാര്യങ്ങളാണ് സെല്ലിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ വരുന്നത്. അപ്പോൾ മാർക്കറ്റിങ്ങും സെല്ലിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് മിക്സ് ഉണ്ട്. 4 എലമെൻറ്റ്സ് ഉണ്ട്. എലമെൻറ്റ്സ് ഓഫ് മാർക്കറ്റിംഗ്: പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. അപ്പോൾ എന്താണ് പ്രൊഡക്റ്റ്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൊഡക്റ്റ് ഉണ്ട്. കൺസ്യൂമർ പ്രൊഡക്റ്റ്, ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ്, അതുപോലെ തന്നെ പ്രൈസിങ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൈസിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് പഠിക്കാനുണ്ട്. പ്രൊമോഷന് വേണ്ടിയിട്ട് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ്, പരസ്യം അല്ലേ? അപ്പോൾ അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സ്, അഡ്വർടൈസ്മെൻറ്റിൻ്റെ അഡ്വാൻറ്റേജസ്, ലിമിറ്റേഷൻസ്, ഇതൊക്കെ നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. അതുപോലെ സെയിൽസ് പ്രൊമോഷൻ ഉണ്ട്. സെയിൽസ് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസിനെയാണ് സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഡിസ്കൗണ്ട്, റിബേറ്റ്, ഇതൊക്കെ നമ്മൾ നൽകാറുണ്ട്. ഇതൊക്കെ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസാണ്. കൂപ്പൺസ് അല്ലേ, ഇൻസ്റ്റൻറ്റ് ഡ്രോ കിട്ടിയിട്ടുണ്ടല്ലോ. ഇതൊക്കെ നമ്മൾ ഈ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് എന്നാണ് പറയുന്നത്. മറ്റൊന്ന് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്. ഒരു പേഴ്സണൽ ഡോർ ടു ഡോർ സെല്ലിംഗ്, ഇതിൻ്റെ എല്ലാം ഫീച്ചേഴ്സ് പഠിക്കണം, ലിമിറ്റേഷൻസ് പഠിക്കണം, അഡ്വാൻറ്റേജസ് ഒക്കെ നമുക്ക് പഠിക്കാം. ഇനി ലാസ്റ്റ് ചാപ്റ്റർ ഉണ്ട്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. ഹു ഈസ് എ കൺസ്യൂമർ? ആരാണ് കൺസ്യൂമർ? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, അതിൻ്റെ ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കൺസ്യൂമേഴ്സിൻ്റെ റൈറ്റ്സ് ആണ്. കൺസ്യൂമേഴ്സിൻ്റെ 6 റൈറ്റ്സ് ഉണ്ട്. റൈറ്റ് ടു ബി ഹിയർഡ്, റൈറ്റ് ടു സീക്ക് കൺസ്യൂമർ എഡ്യൂക്കേഷൻ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള 6 കൺസ്യൂമർ റൈറ്റ്സ് പഠിക്കണം. 3 ഏജൻസീസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. റിഡ്രസൽ ഏജൻസീസ് എന്ന് പറയാം, പരാതി കൊടുക്കാനുള്ള ഏജൻസികൾ. ഒന്ന് ഡിസ്ട്രിക്റ്റ് ഫോറമാണ്, മറ്റൊന്ന് സ്റ്റേറ്റ് കമ്മീഷൻ, നാഷണൽ കമ്മീഷൻ. ഈ 3 ആളുകൾ ഓരോന്നിനും ഓരോ ഫീച്ചേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഡിസ്ട്രിക്റ്റ് ഫോറം ആണെങ്കിൽ 0 to 20 lakhs, 20 ലക്ഷം വരെയുള്ള കംപ്ലയിൻസ് ആണ് ഡിസ്ട്രിക്റ്റ് ഫോറത്തിൽ കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. സ്റ്റേറ്റ് കമ്മീഷൻ ആണെങ്കിൽ 20 ലക്ഷം മുതൽ 1 കോടി വരെയുള്ള കംപ്ലയിൻറ്റ്സ് നമുക്കവിടെ ഫയൽ ചെയ്യാൻ സാധിക്കും.
ഇനി 1 കോടിക്ക് മുകളിൽ വരുന്ന കംപ്ലയിൻസ് ആണ് നമ്മൾ നാഷണൽ കമ്മീഷനൊക്കെ സമീപിക്കുന്നത്. ഈ നാഷണൽ കമ്മീഷനെ സമീപിച്ചിട്ടും കസ്റ്റമർ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നമുക്ക് സുപ്രീം കോർട്ടിനെ സമീപിക്കാം. അങ്ങനെയുള്ള ആ ഡിഫറെൻറ്റ് റിഡ്രസൽ ഏജൻസീസിനെ കുറിച്ച് പഠിക്കണം. ഹു ക്യാൻ ഫയൽ എ കംപ്ലയിൻറ്റ്, ആർക്കാണ് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യാൻ സാധിക്കുക. അതുപോലെ തന്നെ കൺസ്യൂമർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കൺസ്യൂമർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഫോർ എക്സാമ്പിൾ ക്യാഷ് മെമ്മോ. അപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ കമ്പനിയിൽ നിന്ന്, ആ സ്ഥാപനത്തിൽ നിന്ന് ക്യാഷ് മെമ്മോ ഇൻസിസ്റ്റ് ചെയ്യണം, ചോദിച്ച് വാങ്ങണം. ഇത് കൺസ്യൂമറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അങ്ങനെ കൺസ്യൂമേഴ്സിൻ്റെ ഡിഫറെൻറ്റ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അത് നമുക്കിവിടെ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അത് കൺസ്യൂമർ ഓർഗനൈസേഷൻസിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് എന്നൊക്കെ പറയും. അപ്പോൾ സെബിന് ഒരു ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? അല്ലേ? അപ്പോൾ നമ്മൾ എല്ലാ കൺസെപ്റ്റുകളെയും കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, എങ്കിലും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടൊക്കെ പോയിട്ടുണ്ട്. സെബിൻ എങ്ങനെയുണ്ട് ഇപ്പോൾ? സാറ് ഒരുപാട് സംശയങ്ങളോടെയാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പോൾ സാറിൻ്റെ ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് സംശയങ്ങളൊക്കെ, ഡൗട്ട്സൊക്കെ ക്ലിയറായി. സാറിനോട് ഒരുപാട് നന്ദി പറയണു. അപ്പോൾ എനിക്ക് വേണ്ടി പിന്നെ എല്ലാവർക്കും വേണ്ടി സമയം ചെലവഴിച്ചതിന്. അപ്പോൾ ബിഗ് താങ്ക്സ്. ഓക്കെ. പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കാനുള്ളത്, എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഓരോ ചോദ്യവും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. വെദർ ഇറ്റ് ഈസ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓർ ഡിസ്ക്രിപ്റ്റീവ്. പ്രത്യേകിച്ച് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ എല്ലാം 8 മാർക്കിൻ്റെ ചോദ്യങ്ങളെല്ലാം അറ്റൻഡ് ചെയ്യണം. അത് എഴുതാതെ ഇരിക്കരുത്. നമ്മുടെ എക്സാം റിസൾട്ടിനെ അത് കാര്യമായിട്ട് എഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിനും ഓരോ ക്വസ്റ്റ്യന് നമ്പർ ഇടുക. പല കുട്ടികളും നമ്പർ ഇടാതെ പരീക്ഷ പേപ്പറൊക്കെ കാണാറുണ്ട്. നമ്പർ കൃത്യമായിട്ട് ഇടണം. കൂൾ ഓഫ് ടൈം കൃത്യമായി ഉപയോഗിക്കണം. ഓരോ കൺസെപ്റ്റും കൃത്യമായി മനസ്സിലാക്കി പഠിക്കണം. ബൈഹാർട്ടിനേക്കാൾ നല്ലത് മനസ്സിലാക്കി പഠിക്കലാണ്. എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ.